ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആവാം. അപ്പോൾ എൻ്റെ വാട്ടേറ്റിനിടയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എഗ് ബുർജിയുടെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഞാൻ ഇവിടെ ഒരു വലിയ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം. ആ സമയം തന്നെ നമ്മുടെ സവാളയുടെ കളറൊന്ന് മാറണ വരെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഗായ്സ്. സവാളയുടെ കളർ നല്ല രീതിക്ക് ഒന്ന് മാറി വരുമ്പോഴേക്ക് ആവശ്യത്തിന് മുളകിന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പിട്ട് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നല്ല രീതിക്ക് സവാള ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് മസാലാസ് ഒക്കെ ഇടണം. ഇപ്പോൾ ഞാൻ എൻ്റെ കൈക്കണക്കിനാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലിടാൻ തോന്നുന്നത് അങ്ങനെ ഇടാം കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. നല്ല രീതിക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് അധികം സമയം പിടിച്ചിട്ടാണ് ഇത്. മസാലയുടെ ആ ഒരു കുത്തുമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് വേണം വെള്ളം ഒഴിക്കാൻ. ആരും വാരിക്കോരി വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആവശ്യത്തിന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എത്ര വെള്ളം വേണോ അത്രയ്ക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എഗ് ബുർജിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എഗ്ഗ് സെറ്റാക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചൊഴിച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരും നമ്മുടെ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് അതിലേക്ക് വേണ്ട കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പിട്ട് നല്ല രീതിക്ക് നമ്മൾ ബുൾസൈ എടുക്കില്ല, അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ഇത് ഓരോന്നായിട്ട് വേണം സെറ്റാക്കാനായിട്ട്. ബുൾസൈ അടിക്കണ പോലെ ഒരുമിച്ച് ചെയ്യരുത്, ഓരോന്നായിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ ഞാൻ ഒന്നാമത് ഉണ്ടാക്കിയത് കട്ട ഫ്ലോപ്പായിരുന്നു, ആകെ പൊടിഞ്ഞു പോയി. രണ്ടാമത് ഒന്ന് സെറ്റായി വന്നതാണ്, പക്ഷേ നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി. അതേപോലെ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല, അതും പൊടിഞ്ഞു പോയി. ഞാൻ 2 മുട്ടയും ഇങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1/3 അങ്ങനെ ഞാൻ 3ാമത്തെയും ചെയ്തു കേട്ടോ ഗൈസ്. അതും ഇതുപോലെ തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ 3 വെച്ച് നിർത്തി. നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് നല്ല രീതിക്ക് ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കുക. ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ആ നെയ്യൊക്കെ നല്ല രീതിക്ക് ഒന്ന് വറ്റിച്ച് ആ ഒരു ഇതിൽ കയറി പിടിക്കണം. മസാലയൊക്കെ മുട്ടയിൽ നല്ല രീതിക്ക് കയറി പിടിക്കണം. അപ്പോൾ തന്നെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എൻ്റെ ഒപ്പം എന്ത് കൂട്ടിയായാലും കഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് കൂട്ടി കഴിക്കണത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല അടിപൊളിയൊരു ഫ്ലേവറുള്ളൊരു സംഭവമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.